ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഒരു ബിസി ഡേ ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ 5 ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു. പിന്നെ അതേ മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വാരണം. രാവിലെ തന്നെ അങ്ങനെ എണീറ്റുടനെ മുറ്റമൊന്നും അടിച്ച് വരാറില്ല. ചായയൊക്കെ കുടിച്ചൊന്നിരുന്ന് ഒക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉള്ള ചമ്മന്തിയോ കറിയൊക്കെ ഉണ്ടാക്കി വെച്ച ശേഷമേ മുറ്റമടിക്കാൻ വരാറുള്ളൂ. അപ്പോൾ അതേ മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വിടുകയാണ്. മുറ്റമടിച്ച് വിടുമ്പോൾ ഒരുപാട് മുരിങ്ങയില വീഴും മുറ്റത്ത്. അപ്പോൾ അത് അടിച്ചു വിടാതിരിക്കാൻ പറ്റില്ല. വേണ്ടോ? അപ്പോൾ നമ്മുടെ അവിടെ മരങ്ങളൊന്നും ഇല്ലെങ്കിലും അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഫുൾ ഇലകൾ നമ്മുടെ അവിടെ ഇരിക്കും വീഴുക. അപ്പോൾ പിന്നെ അത് അടിച്ചു വിടാണ്ട് വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. ഡെയിലി ഇത് കണ്ടോ, കാണുമ്പോൾ നമുക്ക് തോന്നും ഇവിടെ ഒന്നുമില്ല എന്നുള്ളത്. പക്ഷേ കംപ്ലീറ്റ് മുരിങ്ങയില, കാറ്റത്ത് മഞ്ഞയില കംപ്ലീറ്റ് മുറ്റം നിറഞ്ഞിരിക്കണം. അപ്പോൾ അത് കണ്ടോ, ഇത് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ രാവിലെ അത് അടിച്ച് വാരി കഴിഞ്ഞ് പിന്നെ കിച്ചൺ സിങ്കൊക്കെ ഒന്ന് ക്ലീനാക്കി. അപ്പോൾ ഇടയ്ക്കായിട്ട് ക്ലീൻ ചെയ്യാം. ഡെയിലി ഒന്നും കിച്ചൺ സിങ്കൊന്നും ഉരച്ച് കഴുകാറില്ല ഞാൻ കേട്ടോ. ക്ലീൻ ചെയ്യുമ്പോൾ നല്ല അസലായിട്ട് വെട്ടിത്തിളങ്ങുന്ന പോലെ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കും. ഇതെല്ലാം ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തതേ ആ പരിപാടിയാണ്. കിച്ചൺ സിങ്കൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതേ ഉള്ളൊക്കെ ഒന്ന് അടിച്ച് വാരാനുള്ള പരിപാടിയാണ് സംഭവം. അപ്പോൾ ഉള്ളൊക്കെ ഒന്ന്, അതായത് റൂമിൻ്റെ ഉള്ളൊക്കെ ഒന്ന് അടിച്ച് വാരുകയാണ്. അപ്പോൾ നമ്മുടെ ഹണിക്കുട്ടി അവിടെ ഫ്രണ്ടിൽ ഇരിക്കട്ടെ. അപ്പോൾ രാവിലെ ഞാൻ എണീക്കുമ്പോൾ കൂടെ എണീച്ച് വരുന്ന ഒരു വ്യക്തിയാണ് ഹണി. അപ്പോൾ ഹണി ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കും. ബാക്കിയുള്ളവരൊക്കെ മെല്ലെ എണീക്കുള്ളൂ. പക്ഷേ ഹണിക്കുട്ടി അങ്ങനെയല്ല, എൻ്റെ കൂടെ എണീച്ച് വന്ന് അവിടെ ഇരിക്കും. പക്ഷേ ഒന്നും കൊടുത്ത് കഴിഞ്ഞാൽ കഴിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. പാലോ ഒന്നൊരു സാധനം കൊടുത്താൽ കഴിക്കില്ല. ഭയങ്കര മടിയാണ് ഈ ഷിറ്റ്സുവിന് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താ ചെയ്യുകയെന്നറിയില്ല. അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് ഹണീനെ ഭക്ഷണം കഴിപ്പിക്കാൻ. വാരി കൊടുക്കണം, അങ്ങനെയൊക്കെ ഒരു പിടിവാശിയാണ് നമ്മുടെ ഹണിക്കുട്ടിക്കുള്ളത്. അപ്പോൾ അതേ അടിച്ചു വാരൽ പരിപാടിയാണ്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ആരി വർക്കിൻ്റെ ക്ലാസ്, നമ്മൾ ഓൺലൈനും ഓഫ്ലൈനും ക്ലാസ്സുകളുണ്ട്. സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ എടുക്കാറുണ്ട് ക്ലാസ്സുകൾ. അപ്പോൾ അതേ അങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ പോവുകയാണ്. വേഗം ഞാൻ അടിച്ച് വിടുന്നുണ്ട്. വീഡിയോയുടെ ലെങ്ത് ഒന്നും കൂട്ടണ്ടായിരുന്നു. അതിനുശേഷം ഒന്ന് തുടച്ച് മോപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ മോപ്പ് ചെയ്യാറുള്ളൂ. എല്ലാ ദിവസവും എനിക്ക് മോപ്പ് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ അതേ ഒന്ന് തുടച്ച് വിടുകയാണ്, മോപ്പ് ചെയ്ത് ഒക്കെ വിടുന്നുണ്ട്. പിന്നെ അതിനുശേഷം പിന്നെ ഞാൻ ദോശ, അപ്പം എല്ലാവരും എണീറ്റിട്ടുണ്ടാവും. അപ്പം ഞാൻ ദോശയൊക്കെ ചമ്മന്തിയൊക്കെ സാധനങ്ങളൊക്കെ അരച്ച് വെച്ച് രാവിലെ തന്നെ ചെയ്യട്ടെ. അതൊരു ഭയങ്കര മടിയുള്ള കാര്യമാണ്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കറി വയ്ക്കുക എന്ന് പറഞ്ഞാൽ രാവിലത്തെ എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ എണീറ്റ് ഉടനെ ചായ കുടിക്കുക, ഫസ്റ്റ് കറിക്കരിയുക, കറി വയ്ക്കുക. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കറിയാക്കി വയ്ക്കും. ചപ്പാത്തി ആണെങ്കിൽ മാവ് കുഴച്ച് വയ്ക്കും. ദോശയാണെങ്കിൽ പിന്നെ വല്ല ഉണ്ടാക്കിയാൽ മതിയല്ലോ അങ്ങനെ. അപ്പോൾ പിന്നെ നമ്മൾക്ക് ആരി ക്ലാസ്സിന് ഉള്ള നമ്മുടെ ആരി ക്ലാസ് നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടല്ലോ ഓഫ്ലൈൻ ക്ലാസ്. അപ്പോൾ ഓഫ്ലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഓൺലൈൻ ക്ലാസ് ഉണ്ട്, ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട് ആരി വർക്കിൻ്റെ. അപ്പോൾ അപ്പം നമ്മൾ ഇടയ്ക്കൊന്ന് നോക്കി അവരൊന്ന് ചെയ്യും. നമ്മൾ പഠിപ്പിച്ചു കൊടുത്താൽ അതുപോലെ ചെയ്തോളും. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് പോയി നോക്കണം, അത്രയൊക്കെ തന്നെ ഉള്ളൂ. പക്ഷേ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സും ഓൺലൈൻ ക്ലാസ്സും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ രാവിലെയാണ് ക്ലാസ് കൊടുക്കുന്നത് ആരിയുടെ കേട്ടോ. ആരി ക്ലാസ് രാവിലെയാണ്. വൈകുന്നേരം ആകുമ്പോഴേക്കും പിന്നെ എന്നെക്കൊണ്ട് പറ്റില്ല. അപ്പോൾ അതൊക്കെ രാവിലെ ആകുമ്പോൾ ആ ഒരു ഉന്മേഷത്തിൽ അങ്ങോട്ട് ചെയ്യും. അപ്പം പിന്നെ അതേ ദോശയൊക്കെ ഉണ്ടാക്കി. പിന്നെ അതൊക്കെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. ഫുള്ളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ചോറ് വയ്ക്കുന്നത്, വൈകുന്നേരത്തെ കാര്യങ്ങൾ, ചായ കുടിക്കുന്നത്, പാത്രം കഴുകുന്നത്, അങ്ങനത്തെ ഒന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. വളരെ കുറച്ച്. അപ്പോൾ അത് കുട്ടികൾക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് ഇത്രയും ബട്ടർ ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ചിലർ പറയുന്നത് എന്തോരം ബട്ടറാണ് കഴിക്കുന്നത് പറയും. പക്ഷേ എനിക്കുള്ള ദോശയിൽ ഞാൻ ബട്ടറൊന്നും ഇടാറില്ല. കുട്ടികൾക്ക് ഉണ്ടാക്കുമ്പോൾ ബട്ടറൊക്കെ കൊടുക്കും. അവർക്ക് ഈ പ്രായത്തിലാണല്ലോ അതൊക്കെ കഴിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഇട്ട് നമ്മുടെ ദോശക്കൂട്ടം റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് കട്ടിങ് വീഡിയോ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്ത് നമ്മുടെ ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോസാണത്. അപ്പോൾ അത് നമ്മൾ എടുക്കുന്നുണ്ട് കട്ടിങ് വീഡിയോ. അപ്പോൾ ചുരിദാർ കട്ടിങ്ങിൻ്റെ വീഡിയോസ് എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ആ പരിപാടി. പിന്നെ അതൊക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യൽ കാര്യങ്ങൾ വേറെ അങ്ങനെ പോകുന്നുണ്ട് സംഭവം. ശരിക്കും എനിക്ക് ഞാൻ സീരിയലൊന്നും കാണാത്തൊരു വ്യക്തിയാട്ടോ. എത്രയോ വർഷങ്ങളായിട്ട് സീരിയലൊന്നും കാണാറില്ല. സമയം കിട്ടാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ പോകും. പിന്നെ നമ്മുടെ ഹണിക്കുട്ടിയുടെ കാര്യം നോക്കാൻ തന്നെ നമുക്കൊരാൾ വേണം. രാവിലത്തെ ഫുഡ് അവൾക്ക് വാരി കൊടുക്കണം.
അങ്ങനെ കുറേ നിർബന്ധനകൾ അവൾക്കുണ്ട്. അപ്പോൾ അത് ഒക്കെ നമ്മൾ അവളുടെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞ് പിള്ളേരെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞ് സ്റ്റിച്ചിങ് ക്ലാസ് വീട്ടിലെ പണികളൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ നമുക്ക് ആകെ ഒരു സമയം, പിന്നെ നമുക്ക് ഒന്നിനും സമയം കിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ അതേ ഞാൻ കുർത്തി കട്ടിങ്ങാണ്, കട്ടിങ്ങിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണതാണ്. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ നടക്കുന്നു. പിന്നെ ചില ദിവസങ്ങൾ സാധനങ്ങൾ മേടിക്കാൻ പോകേണ്ട വരും. അതുപോലെ തന്നെ അങ്ങനെ ഇതിലിപ്പോൾ നമ്മൾ കറി വയ്ക്കുന്ന ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഈ ഒരു വീഡിയോയിൽ കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ കട്ട് ചെയ്ത് അതിൻ്റെ അളവുകളും കാര്യങ്ങളൊക്കെ എടുത്ത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതേ ബീൻസ് തോരനുള്ളതൊക്കെ അരിഞ്ഞ് വെക്കുകയാണ്. കഴുകി അതൊക്കെ അരിഞ്ഞ് ആക്കി. ഇനിയിപ്പോൾ ചോറ് കറികൾ ദോശയൊക്കെ കഴിച്ചോട്ടോ. ദോശയൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ അതേ ചോറ് കറികളൊക്കെ നമുക്ക് വെക്കണം. അങ്ങനെ ആ പണികളൊക്കെ വേറെയുണ്ട്. അതുപോലെ പിന്നെ ഈ വൈകുന്നേരം ആകുമ്പോൾ വൈകുന്നേരത്തേക്ക് വേറെ ഫുഡായിരിക്കും. അപ്പോൾ അത് വേറെ സംഭവം. അങ്ങനെയൊക്കെ ഒരു ദിവസം നമ്മൾ ഭയങ്കര ബിസി ആയിട്ട് നമുക്ക് പോകും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ മാത്രം നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ വർക്ക് ചെയ്യണ സമയത്ത് അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് സമയം തികയില്ല. പക്ഷേ എന്താണ് നമ്മൾ ഫുൾ ടൈം എൻഗേജ്ഡ് ആയിരിക്കും. അതാണ് എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഒരു ദിവസം കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.